വെൽക്കം ബാക്ക് ടു വരാന്തറീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ടാർഗറ്റ് സീസൺ 2024 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 16 ആണ്. ഓൾറെഡി 15 ദിവസത്തെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്താണ് നമ്മുടെ ടാർഗറ്റ് സീസൺ 2024 അല്ലേ. അപ്പോൾ നമുക്കിനി അപ്കമിംഗ് ആയിട്ട് വളരെ നമ്മുടെ SSC സീസൺ എക്സാം വരികയാണ്. സെപ്റ്റംബർ 9 തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ 4 പേപ്പറുകളുണ്ട്. അതിൽ റീസണിങ് എന്ന് പറയുന്ന പേപ്പർ മാത്രം എടുത്തിട്ട് അതിൽ ചോദിക്കുന്ന കുറച്ച് അഡ്വാൻസ് ലെവൽ ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവരും പെട്ടെന്ന് ചെയ്തു നോക്കുക. ചെയ്യാനൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് കാണും. അവർ എന്ത് ചെയ്യും, എക്സാമിനർ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും. നമ്മളത് നല്ല കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കണം. അതിനുശേഷം ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വായിച്ച് അത് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ താഴെ തന്നിരിക്കുന്ന 2 കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ അസംഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ചെയ്തു നോക്കാം. 30 സെക്കൻഡ് സമയമുണ്ട്. 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ മാക്സിമം ട്രൈ ചെയ്യുക. എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി നിങ്ങൾ. ഇഫ് യു ആർ ബ്യൂട്ടിഫുൾ വി വിൽ ക്യാച്ച് യുവർ ബ്യൂട്ടി, ഇഫ് യു ആർ നോട്ട് വി വിൽ മേക്ക് യു ബ്യൂട്ടിഫുൾ അല്ലേ. എന്താ, ഒരു സ്റ്റുഡിയോ, ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോയിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മളിങ്ങനെ പരസ്യം പോലെ കൊടുക്കില്ലേ. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒരു പരസ്യമാണ്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭംഗി അതേപോലെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്ത് തരും. അല്ലെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഭംഗിയില്ല, അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ ഇതാണ് അല്ലേ, പെർസ്പെക്റ്റീവുകളാണ്. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ സ്റ്റുഡിയോ നിങ്ങളെ നല്ല മനോഹരമാക്കും, ബ്യൂട്ടിഫുൾ ആക്കും, നല്ല ഭംഗിയുള്ള ഫോട്ടോ എടുത്തു തരുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആ ഒരു ഒറ്റ സെന്റൻസിൽ നിന്നും താഴെ നമുക്ക് 2 അസംഷൻസ് തന്നിട്ടുണ്ട്. രണ്ടും വായിച്ച് നോക്കുക, അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഫസ്റ്റ് അസംഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക് നിങ്ങൾ ആലോചിച്ച് പോരുത്. നിങ്ങൾ അവിടെ ലോജിക്കോ അല്ലെങ്കിൽ ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ അങ്ങനെ ബാക്കിയുള്ള ഔട്ടർ വേൾഡ് ഉണ്ടല്ലോ, ബാക്കിയുള്ള റിയാലിറ്റി അല്ലെങ്കിൽ ഇത് അവർ ചിലപ്പോൾ അവർ പറയുന്ന കാര്യം തീരെ നമുക്ക് ലോജിക് ഇല്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടെ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ എന്താകും, നമ്മുടെ ആൻസർ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, സ്റ്റേറ്റ്മെന്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ, ഹൗ ടു ലുക്ക് ബ്യൂട്ടിഫുൾ ഇസ് എ പ്രോബ്ലം ഓഫ് യങ്സ്റ്റേഴ്സ് അല്ലെ. യങ്സ്റ്റേഴ്സിന്റെ ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നമാണ് എങ്ങനെ നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു മേജർ പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺക്ലൂഷൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും പറയാൻ പറ്റുന്നുണ്ടോ, ഉണ്ടോ, ഇല്ല. അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ആ സ്റ്റുഡിയോയിൽ നിങ്ങൾ ഭംഗിയുള്ളതാണെങ്കിൽ നമ്മളത് ക്യാപ്ചർ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മനോഹരമാക്കുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ യങ്സ്റ്റേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയോ ചലഞ്ചസിനെ പറ്റിയോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് പോകുന്നില്ല, അതുകൊണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അസംഷൻ ഒന്ന് വായിച്ച് നോക്കിക്കേ. നോബഡി ഡിസൈർസ് ടു ബി ബ്യൂട്ടിഫുൾ, ആരും ബ്യൂട്ടിഫുൾ ആവാൻ ഡിസൈർ ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റുമോ, ആർക്കും ആഗ്രഹമില്ലേ ബ്യൂട്ടിഫുൾ ആവാൻ എന്നുള്ളത്, അതും പറയുന്നില്ല അല്ലെ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, 2 ഓപ്ഷനും ഇവിടെ തെറ്റാണ് വരുന്നത്. തെറ്റ് ഇൻ ദ സെൻസ് എന്താ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം എനിക്ക് ആ ഒരു 2 കൺക്ലൂഷനിലേക്കും എത്തിച്ചേരാൻ പറ്റില്ല, അതാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരി നോക്കിക്കേ. ഇഫ് നെയ്തർ 1 nor 2 ഈസ് ഇംപ്ലിസിറ്റ്, അതിനർത്ഥം എന്താ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഒന്നാമത്തെ അസംഷനും ശരിയല്ല, രണ്ടാമത്തെ അസംഷനും ശരിയല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക, അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക, അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക. അസംഷൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ, അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഒരു പാറ്റേൺ ആണ് അല്ലേ, നമ്പർ സീരീസ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഓരോ നമ്പേഴ്സിനെയും അടുത്തടുത്ത് എടുക്കുന്ന ഓരോ നമ്പേഴ്സിനെയും നോക്കിയിട്ട് അവിടെ എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് സ്പേസ് ആണ് 10, 11, 8, 10, 11 ഡാഷ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് സമയം തരാം, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പല പാറ്റേണുകളിൽ പല ഡിഫറെൻറ്റ് വെറൈറ്റികളായിട്ട് നമ്മൾ ചെയ്തു അല്ലേ. അഡീഷൻ ഉള്ള നമ്പർ സീരീസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, സബ്ട്രാക്ഷൻ വരുന്നത്, പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസ്, സ്ക്വയറുകൾ, ക്യൂബുകൾ, ഇനി അവിടെ ഡബിൾ ആയിട്ട് 2 എണ്ണം ഡിഫറൻസുകൾ ചെയ്തു. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ അവർ തന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. 2, 1, 2, 4, 4, 5, 6, 7 ഒരു ബന്ധമില്ലല്ലേ. 1 കൂടുകയാണെന്നുണ്ടെങ്കിൽ 1 കുറയാണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 കൂടുന്നുണ്ട്, പിന്നെ 2 കൂടുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസുകൾ ഞാൻ
എടുത്ത് നോക്കുമ്പോഴും എനിക്ക് അവിടെ കോമൺ ആയിട്ടൊരു ലോജിക് അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 നമ്പർ സീരീസുകൾ അവർ മെർജ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? 3 നമ്പർ സീരീസ് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാ? 2 ഉണ്ട്, 1 ഉണ്ട്, എഗെയിൻ 2 ആണ്, എഗെയിൻ 4, 4, 5, 6, 7, 8, 8, 10, 11 അല്ലേ? അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് പേനകൾ കൊണ്ട് എഴുതാം. ഫസ്റ്റ് സീരീസ് നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് നമ്പർ ഏതാ? നമ്മുടെ 2 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഞാൻ അവിടെ എന്താ പറഞ്ഞത്? 3 സീരീസുകളെ മെർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഏത് നമ്പറുമായിട്ടായിരിക്കും അതിൻ്റെ കണക്ഷൻ? 4th നമ്പർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 2നോട് കൂടെ 2 കൂട്ടി +2 ചെയ്തപ്പോൾ എനിക്ക് 4 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അടുത്ത എന്ത് ചെയ്തു? ആ 4നോട് കൂടെ എഗെയിൻ ഒരു 2 കൂട്ടുന്ന സമയത്ത് എനിക്ക് +6 എന്ന് പറയുന്ന എൻ്റെ ആ ഫസ്റ്റ് സീരീസിലെ സെക്കൻഡ് നമ്പർ കിട്ടിയല്ലേ? അപ്പോൾ 2, 4, 6 എന്ന് തുടങ്ങുന്നതാണ് ഒന്നാമത്തെ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2, 4, 6 എഗെയിൻ 2 ഞാൻ കൂട്ടുന്ന സമയത്ത് എനിക്ക് എത്രയാണെന്ന് കിട്ടും? 8 എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ എഗെയിൻ 8നോട് കൂടെ 2 കൂട്ടുമ്പോഴാണല്ലോ 2 കൂട്ടുന്ന ആൻസർ ആയിരിക്കുമല്ലോ എൻ്റെ ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ 8നോട് കൂടെ 2 കൂട്ടുമ്പോൾ 10 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും എനിക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. അപ്പോൾ അത് ഏത് ഓപ്ഷൻ ആയിരിക്കും? നോക്കിയേ, ഇത് നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ എന്താ? 10 ആണ് അല്ലേ? അപ്പോൾ 10 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും ഇവിടെ കറക്റ്റ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു 3 സീരീസുകൾ മെർജ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരു സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്? 2, 4, 6, 8, 10 ഈവൺ നമ്പേഴ്സിൻ്റെ സീരീസ് അല്ലേ? ഇനി അടുത്ത സീരീസിൽ നിങ്ങൾ നോക്കിക്കേ. അടുത്ത സീരീസ് നോക്കിക്കേ. 1. ഓക്കെ, 1നോട് കൂടെ 3 കൂട്ടുന്ന സമയത്ത് അടുത്ത ടേം ആയിട്ടുള്ള 4. അപ്പോൾ 1, 4 എഗെയിൻ. അപ്പോൾ എത്ര കൂട്ടണം? 3 കൂട്ടണം അല്ലേ? 3 കൂട്ടുമ്പോൾ 7 കിട്ടി. അപ്പോൾ മനസ്സിലായി, 3 കൂട്ടി പോകുന്ന സീരീസാണ്. ഇത് 7 കിട്ടി. 7നോട് കൂടെ 3 കൂട്ടുമ്പോൾ 10 കിട്ടി. 10. അടുത്തത് എന്തായിരിക്കും? അപ്പോൾ അടുത്ത ആ സെക്കൻഡ് സീരീസിലെ അടുത്ത നമ്പർ എന്തായിരിക്കും? 10 ആണെന്നുണ്ടെങ്കിൽ 3 കൂട്ടുമ്പോൾ 13 ആയിരിക്കും അല്ലേ? 13 ആയിരിക്കും അടുത്ത ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10ന് ശേഷം നെക്സ്റ്റ് 13 ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെയാണ് മൂന്നാമത്തെ നമ്മുടെ വേറൊരു സീരീസും കൂടെ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. എന്താ സീരീസ്? 2ലാണ് ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2നോട് കൂടെ 3 കൂട്ടുമ്പോൾ 5 അല്ലേ? അവിടെയും +3 ആണ് ഫോളോ ചെയ്യുന്നത്. 5നോട് കൂടെ +3 ചെയ്യുമ്പോൾ 8. അപ്പോൾ 2, 5, 8, 11. 11 കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എന്തായിരിക്കും വരുന്നുണ്ടാവുക? 10നും 13ന് ശേഷം എത്ര വരുന്നുണ്ടാവുക? 11 + 3 14 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് 3 തരത്തിലുള്ള സീരീസുകൾ അവർ കാണുമ്പോൾ ചെറിയ സീരീസുകൾ അല്ലേ? 2 കൂട്ടുന്നു, 3 കൂട്ടുന്നു അല്ലേ? പക്ഷേ മെർജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? നമ്മുടെ 4ാമത്തെ ഓപ്ഷനാണ്. 10 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നോക്കിയേ, ക്ലോക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? ചെയ്ത് നോക്കാം. ടൈമർ സ്റ്റാർട്ടായേ. ഓക്കെ, 30 സെക്കൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. എനിക്ക് ഇത്ര ഒരു 30 സെക്കൻഡ് ആണല്ലോ എനിക്ക് എക്സാമിനും കിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് എനിക്കൊരു ആൻസർ, ഒരു ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ടൈം ഇമ്പ്രൂവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാമായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വായിച്ചു നോക്കിക്കേ. ഹൗ മെനി ഡിഗ്രി വിൽ ദ മിനിറ്റ് ഹാൻഡ് മൂവ് ഇൻ ദ സെയിം ടൈം ഇൻ വിച്ച് ദ സെക്കൻഡ് ഹാൻഡ് മൂവ് 480 ഡിഗ്രി? അതായത് നമ്മുടെ മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി ഇല്ലേ? അപ്പോൾ നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി 480 ഡിഗ്രി തിരിയുന്ന അതേ സമയം കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൂചിനെ മാത്രം നിങ്ങൾ നോക്കിക്കേ. സെക്കൻഡ് ഹാൻഡ് അല്ലേ? സെക്കൻഡ് സൂചിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സെക്കൻഡ് സൂചി കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 മിനിറ്റ് ആയില്ലേ അല്ലേ? 60 സെക്കൻഡ് എന്ന് പറയുന്നതാണല്ലോ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു കംപ്ലീറ്റ് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ കറങ്ങി അവിടേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ 360 ഡിഗ്രി എന്ത് ചെയ്യും? അവിടെ കവർ ചെയ്യും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് സൂചി എത്ര ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട്? 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, എത്രയാ? 360 ഡിഗ്രി അവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ആണ് കവർ ചെയ്യുന്നതെങ്കിൽ 1 ഡിഗ്രി കവർ ചെയ്യാൻ എത്ര മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ 1 മിനിറ്റ് 360 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 ഡിഗ്രി കവർ ചെയ്യാൻ ആവശ്യമുള്ള സമയം എത്രയായിരിക്കും? 1/360 അല്ലേ? 1/360 മിനിറ്റ്.
അപ്പോൾ ഒരു ഡിഗ്രി നമ്മുടെ സെക്കൻഡ് സൂചി ഒരു ഡിഗ്രി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? 1/360 മിനിറ്റ്. അതായത് ഒരു മിനിറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 360 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം മതി എന്ത് ചെയ്യാൻ? എൻ്റെ സെക്കൻഡ് സൂചി ഒരു ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് എത്ര ഡിഗ്രി കവർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്? 480 ഡിഗ്രി അല്ലേ? 480 ഡിഗ്രി. അപ്പം 480 ഡിഗ്രി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 480 ഡിഗ്രി, ഒരു ഡിഗ്രി 1/360 ആണെങ്കിൽ 480 ഡിഗ്രി എത്രയാ? 480 ഇൻറ്റു 1/360. അപ്പോൾ ഇത് 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എനിക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 12 × 4 48, 12 × 3 36. 4/3 മിനിറ്റ് എന്ന് എനിക്ക് കിട്ടി. 4/3 മിനിറ്റ്. അപ്പോൾ 4/3 മിനിറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ 480 ഡിഗ്രി തിരിയുന്നതിന് വേണ്ടിയിട്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് സൂചി തിരിയുന്നതിനെ പറ്റി അല്ല ചോദിച്ചത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മിനിറ്റ് സൂചി മൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ മിനിറ്റ് സൂചിയുടെ നമുക്ക് അറിയാം, മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ അല്ലേ, ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി? 60 മിനിറ്റിൽ 360 ഡിഗ്രി തിരിയുമെങ്കിൽ അല്ലെ, ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിലാണല്ലോ മിനിറ്റ് സൂചി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 60, 6 ഡിഗ്രി അല്ലേ, 6 ഡിഗ്രി ആയിരിക്കും. ഇത് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചിയുടെ കഥയാണേ അല്ലേ, ശരിയല്ലേ? 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എത്രയാ? 6 ഡിഗ്രി. അപ്പം അങ്ങനെയാണെങ്കിൽ 4/3 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയുന്നുണ്ടാവും നോക്കാമല്ലോ നമുക്ക്. 4/3. അപ്പോൾ നോക്കിക്കേ, ഒന്നിൻ്റെ വില 6 ഡിഗ്രി ആണെങ്കിൽ 4/3 മുക്കാൽ അല്ലേ, മുക്കാലല്ല സോറി 1/3. അപ്പോൾ 4/3ന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഒന്നിൻ്റെ വില 6 ആണെങ്കിൽ 4/3 ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി 8 ഡിഗ്രി എന്ന് എനിക്ക് ആൻസർ കിട്ടി. അപ്പോൾ 8 ഡിഗ്രി നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി 8 ഡിഗ്രി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ ഞാൻ അവിടെ ആൻസറിലേക്ക് എത്തിച്ചേർന്നെന്നുള്ള ആ ഒരു വഴി, റൂട്ട് മാപ്പ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. 8 ഡിഗ്രി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡൊന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ഫാക്കൽറ്റീസ് എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് എടുത്തു കൊടുക്കുന്ന നമ്മുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ കൺസെപ്റ്റും തിയറികളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നു. 70 to 80% സിലബസ് കവർ ചെയ്യുന്നതിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചുകൊണ്ട് ബേസിക് സർക്കിളുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, മെറ്റീരിയൽസ് കൊടുക്കും, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഗ്രൂപ്പുകളാക്കി തരംതിരിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവിടെ ഡിസ്കസ് ചെയ്യും. ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടി ആ ഒരു മെറ്റീരിയലിൻ്റെ ബുദ്ധിമുട്ട്, ടഫ് ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പെർഫോം ചെയ്യിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് നമ്മുടെ എക്സ്ട്രീം സർക്കിളുകൾ എന്ന് പറയുന്നത്. മെൻറ്റർ ഉണ്ടാവും അവിടെയും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ബാച്ചുകളാണ്. അപ്കമിംഗ് ആയിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു എക്സാം, ഫോർ എക്സാമ്പിൾ SSC CGL എക്സാം, MTS എക്സാം, ബാങ്കുകളുടെ എക്സാം, അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുകളാണ് നമ്മുടെ സൂപ്പർ ബാച്ചുകൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മോക്ക് എക്സാംസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ 5ാമത്തെ ലെവലായിട്ടുള്ള റിപ്പ് എന്ന് പറയുന്ന ലെവലിലാണ്. 6th ലെവൽ എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്ന മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ലെവലാണ്. അപ്പോൾ 6 ലെവലുകളാണ് നമ്മുടെ വരാന്ത റേസ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചുകളിലോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 4th ക്വസ്റ്റ്യൻ. ക്വസ്റ്റിൻ്റെ ലാംഗ്വേജ് കണ്ടിട്ട് ലെങ്തി വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വലിയൊരു ക്വസ്റ്റ്യനാണ്, 3-4 സെൻറ്റൻസ് 4-5 സെൻറ്റൻസ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് എക്സാമ്പിൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വലിയ പാരഗ്രാഫ് കാണുമ്പോൾ എന്തായാലും നമ്മൾ പേടിക്കും. ആ പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പേടിക്കാതെ ക്വസ്റ്റ്യനെ ഫേസ് ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലോക്ക് കടയാണ്, രവിയുടെ ഒരു ക്ലോക്ക് കട. ആ കടയിൽ എന്തുണ്ട്? 2 തരത്തിലുള്ള ക്ലോക്കുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പണ്ടത്തെ ക്ലോക്കുകളിലൊക്കെ അതിനുള്ളിൽ നിന്ന് ഒരു ബേർഡ്, എന്തെങ്കിലും ഒരു പക്ഷി, ഒരു കുരുവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള 2 ക്ലോക്കുകളാണ് ഇവിടെ ഉള്ളത്. ആ 2 ക്ലോക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, 1ാമത്തെ ക്ലോക്ക് ഓരോ 16 മിനിറ്റുകൾ അല്ലേ, ഓരോ 16 മിനിറ്റ്സ്, ഓരോ 16 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യും? ഈ പക്ഷി ഇതുപോലെ പുറത്തേക്ക് വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ സെക്കൻഡ്, രണ്ടാമതൊരു വേറൊരു ടൈപ്പ് ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിന്റെ പ്രത്യേകത എന്താ? ആ ക്ലോക്കിലെ കുക്കു, അതായത് ആ ഒരു പക്ഷി എന്ന് പറയുന്നത് 18 മിനിറ്റ് കഴിയുമ്പോഴാണ് പുറത്തേക്ക് വന്നിട്ട് ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 12 മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു?
12 മണിക്ക് രണ്ടുപേരും ഒരുമിച്ച് ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതുപോലെ അവർ ഒരുമിച്ച് അതേപോലെ രണ്ടുപേരും ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നത് എത്ര മണിയിലായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക്, അപ്പോൾ എനിക്ക് അറിയുന്ന ഒരേ ഒരു ഡാറ്റ എന്താ, ഉച്ചയ്ക്ക് 12 മണിക്ക് രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വന്നിട്ട് ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നെക്സ്റ്റ് എത്ര മണിക്കായിരിക്കും ഇതേപോലെ അവർ സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് 16 മിനിറ്റും 18 മിനിറ്റ് ആണെങ്കിൽ നമുക്കറിയാം LCM എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ LCM എടുത്ത് 16ഉം 18ൻ്റെ LCM എത്രയാണ് വരിക, 144 അല്ലേ, 144 മിനിറ്റ് എന്ന് വരും. 144 മിനിറ്റ് വേണമെങ്കിൽ 144 മിനിറ്റ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് 120 + 24 എന്ന് എഴുതാം. അതായത് 2 മണിക്കൂറും 24 മിനിറ്റും അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ഇവർ ഒരുമിച്ച് വന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് എത്ര മണിക്കായിരിക്കും, ഇത് നോക്കിക്കേ. ഇതിനർത്ഥം എന്താ, 144 മിനിറ്റ് എഴുതിയിരിക്കണതിൻ്റെ അർത്ഥം എന്താ, ഓരോ 144 മിനിറ്റ് കഴിയുമ്പോഴും അവരെന്ത് ചെയ്യും, ഇതേപോലെ വന്നിട്ട് ഒരുമിച്ചിട്ട് വന്നിട്ട് അല്ലേ. LCM ആണ്, രണ്ടുപേരിലും ഒരേപോലെ പോകുന്ന നമ്പറല്ലേ നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ 144 മിനിറ്റ് കഴിയുമ്പോഴും അവർ ഒരുമിച്ച് വന്നിട്ട് എന്തുണ്ടാക്കും, ഈ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ 12 മണിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 മണിക്കൂർ 24 മിനിറ്റ് അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര ആൻസർ വരിക നോക്കിക്കേ, 12ഉം 2ഉം 2 മണി, ഉച്ചയ്ക്ക് 2 മണിയായി, 2 മണി 24, 2:24 PM. ഉച്ചയ്ക്ക് 2:24 അവർ നെക്സ്റ്റ് അതേപോലെ ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതാ നമ്മുടെ ഓപ്ഷൻ സി, 2:24 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചെറിയൊരു നമ്മൾ ടൈം ആൻഡ് വർക്കൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, HCF ആൻഡ് LCMലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ടൈമർ ഓൺ ആക്കുന്നേ. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, സീമയുടെ കയ്യിൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കിയേ, ഫോട്ടോയിൽ ഒരു ലേഡിയാണ് ഉള്ളത്. അപ്പോൾ ജെൻഡർ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു ലേഡിയാണ് ഉള്ളത്. ആ പുള്ളിക്കാരി നോക്കിയിട്ട് പോയിന്റ് ചെയ്തിട്ട് സീമ പറയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുന്നത്, ഹർ സൺസ് ഫാദർ ഈസ് ദി സൺ ഇൻ ലോ ഓഫ് മൈ മദർ. അപ്പോൾ നമ്മളത് എങ്ങനെ പറയാം, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സീമയാണല്ലോ ആരാണോ പറയുന്നത് അവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സീമയാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സീമയെ ഞാൻ ആദ്യം പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, സീമയുടെ ജെൻഡർ എനിക്ക് അറിയില്ല. ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഓപ്ഷൻസിൽ നമുക്ക് ഒരിക്കലും 2 ആൻസർ അവർ തരില്ല, ഒരു ആൻസർ തരുള്ളൂ. 2 പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സപ്പോസ് സീമ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, ഹർ സൺസ് ഫാദർ ഈസ് ദി സൺ ഇൻ ലോ ഓഫ് മൈ മദർ. അപ്പോൾ ആദ്യം മദറിന്റെ സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ ആദ്യം മദറിനെ വരയ്ക്കണമല്ലോ. അപ്പോൾ മദർ ആരാണെന്ന് എനിക്കറിയില്ല, A എന്ന് ഞാൻ കൊടുക്കുന്നു, മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു. എക്സാം ഹാളിൽ ABCD എന്ന് എഴുതിയിരിക്കേണ്ട കാര്യമില്ല, ആ സൈൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മദറിന് ഞാൻ വരച്ചു. മദറിൻ്റെ സണ്ണിലോ എന്ന് പറയുമ്പോൾ ആരായിരിക്കും, മകളുടെ ഭർത്താവായിരിക്കും. അപ്പോൾ സപ്പോസ് സീമ ഒരു ലേഡി, ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ മേ ബി അല്ലേ സീമയുടെ ഭർത്താവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്താ, സീമയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ഞാൻ ആ ഒരു സംഭവം ഫീമെയിലിനെ സൂചിപ്പിക്കാനാണല്ലോ നമ്മൾ ഈ സൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീമയ്ക്ക് സപ്പോസ് ഒരു സിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്ററിൻ്റെ ഭർത്താവ് സണ്ണില്ലോയാണ്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, സീമ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ സീമയുടെ ഹസ്ബൻഡ്, അല്ലെങ്കിലോ സീമയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററുടെ ഹസ്ബൻഡ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഹർ സൺസ് ഫാദർ ഈസ് ദി സൺ ഇൻ ലോ ഓഫ് മൈ മദർ. അപ്പം ഒന്നുകിൽ സണ്ണിൻ്റെ ഹർ സൺസ് ഫാദർ അല്ലേ, അപ്പോൾ സണ്ണിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാ, സീമയുടെ അമ്മയുടെ സണ്ണിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ആരാവാം, സീമയുടെ സിസ്റ്ററുടെ മകനായിരിക്കും. അപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ നോക്കിക്കേ. ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ അപ്പോൾ ആരൊക്കെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക നോക്കി, ഇവിടെ കറക്റ്റ് അല്ലേ, സീമ അല്ലെങ്കിൽ സീമയുടെ സിസ്റ്റർ ആയിരിക്കും ആ ഫോട്ടോയിൽ ഉണ്ടാവുന്ന വ്യക്തി എന്ന് പറയുന്നത്. സീമ 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്നുകിൽ അത് സീമ ആയിരിക്കും, അല്ലെങ്കിലോ സിസ്റ്റർ ആയിരിക്കും. ആരുടെ സിസ്റ്ററാ, സീമയുടെ സിസ്റ്റർ. അപ്പോൾ സീമയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ, സീമയാണ് ആ ഫോട്ടോയിലുള്ളത്. അപ്പോൾ സീമ സ്വയം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഹെർ സൺസ് ഫാദർ. സൺ എന്ന് പറയുമ്പോൾ സണ്ണിന്റെ ഫാദർ എന്ന് പറയുന്നത് സീമയുടെ അമ്മയുടെ സണ്ണില്ലോയാണ്. കറക്റ്റ് അല്ലേ, സീമയുടെ ഹസ്ബൻഡ് അതായത് അമ്മയുടെ സണ്ണില്ലോയാണ്. ഇനി അതല്ലാതെ 2ാമത്തെ പോസിബിലിറ്റി നോക്കിക്കേ, സീമയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആരാണ്, അതും സീമയുടെ അമ്മയുടെ സണ്ണില്ലോ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഫോട്ടോയിലുള്ളത് സിസ്റ്റർ ആവാം.
അപ്പോൾ സിസ്റ്ററിൻ്റെ മകൻ ഉണ്ടെങ്കിൽ ആ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആരാ? സീമയുടെ അമ്മയുടെ സണ്ണിലോയാണ്. അപ്പോഴും കറക്റ്റാണ് അല്ലേ? അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. ഒന്നുകിൽ അത് സീമ തന്നെ ആയിരിക്കും, സ്വയം ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞായിരിക്കാം, അല്ലെങ്കിലോ സീമയുടെ സിസ്റ്റർ ആയിരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷനെ കാണാൻ പറ്റുള്ളൂ. സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും അവർ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ നമുക്കറിയാം ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ജെൻഡർ അവിടെ ഗസ് ചെയ്ത് പറയരുതെന്ന് പറയും. പക്ഷെ എങ്കിൽ കൂടെ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും, സിസ്റ്റർ ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് ഫാമിലി ട്രീ വരുന്നത്. വരച്ചെടുക്കുക നിങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും പേടിപ്പിക്കാൻ വേണ്ടി കുറേ സെൻറ്റൻസുകൾ തന്നേ ഉള്ളൂ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ആൽഫബറ്റുകൾ ഉണ്ടല്ലോ, ABCDEFG Z വരെ. അപ്പോൾ അതിലിവർ ഒരു ട്രിക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുക. ഒന്നുമില്ല, A എഴുതുന്നു, എക്ക് ശേഷം അടുത്തതിനെ ഗ്യാപ്പ് ഇട്ടിട്ട് B ആണല്ലോ വരേണ്ടത്. B നമ്മൾ എഴുതുന്നില്ല, പകരം C എഴുതുന്നു. എങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് D എഴുതിയിട്ടില്ല, E എഴുതുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? F എഴുതിയില്ല, G എഴുതുന്നു. H എഴുതുന്നില്ല, I എഴുതുന്നു. ഇങ്ങനെ എഴുതി പോകുന്നു. അതിനുശേഷം ഈ ഗ്യാപ്പുകളിൽ അവരെങ്ങനെ ഫില്ല് ചെയ്യുന്നത്? ABCD നമ്മൾ തിരിച്ചെഴുതുക. അതായത് ZY X ഇങ്ങനെ നമ്മൾ എഴുതില്ലേ, എക്സെട്ര A വരെ. അപ്പോൾ ഇങ്ങനെ തലതിരിച്ച് എഴുതിയിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് അതിലെ ഓരോ ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് വരുന്നത് അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫിക്സ് ചെയ്ത് എഴുതി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തേൽ എന്ത് വരും? Z വരും. Zന് ശേഷം X വരും. Xന് ശേഷം എന്ത് വരും? Y വരും, B വരും, എക്സെട്ര അങ്ങനെ. അപ്പോൾ മനസ്സിലായല്ലോ, ABCDയിലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പൊസിഷൻസിനെ കളഞ്ഞ് വിട്ട് അവരെന്ത് ചെയ്തു? A എഴുതി, പിന്നെ C എഴുതി, പിന്നെ E എഴുതി, G അങ്ങനെ എഴുതിപ്പോയി. ഇടയിൽ കിടക്കുന്ന ഗ്യാപ്പുകളിൽ എന്ത് ചെയ്തു? റിവേഴ്സ് ഓർഡറിൽ സെഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറകിൽ നിന്ന് അവർ കൗണ്ട് ചെയ്തിട്ട് എഴുതി വരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. എന്താ ചോദിക്കുന്നത്? ബിയിലാണത് അവസാനിക്കുന്നത്, ആ സീരീസ് അവസാനിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് 16ാമത് കിടക്കുന്ന ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ വലതുവശത്ത് ഏത് ലെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 16ാമത് കിടക്കുന്നതിൻ്റെ റൈറ്റ്. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4, സപ്പോസ് ഇതാണ് 16 എന്ന് വിചാരിച്ചോ. 16ന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? 17ാമത്തത് അല്ലേ? അപ്പോൾ അവർ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത് എന്താ? ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് 17ാമത്തെ ആൽഫബറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 17ാമത്തെ ആൽഫബറ്റ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ എഴുതി വന്നപ്പോൾ എയുടെ പൊസിഷണൽ വാല്യൂ എന്താ? 1 അല്ലേ? ഫസ്റ്റ് കിടക്കുന്നത് ലെറ്റർ ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. സിയുടെ 3 ആണ് അല്ലേ? ഇയുടെ എത്രയാ? 5 ആണ് അല്ലേ? ജിയുടെ എത്രയാ? 7 ആണ്. ഐയുടെ എത്രയാ? 9 ആണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സാധാരണ ABCD എഴുതുമ്പോഴും ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോഴും ഓഡ് പ്ലേസിൽ കിടക്കുന്ന ആൽഫബറ്റുകൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ നടുക്ക് കിടക്കുന്ന ഈവൻ പ്ലേസിലുള്ളതിന് മാത്രമല്ലേ നമ്മൾ മാറ്റി എഴുതുള്ളൂ. B അതുപോലെ തന്നെ ഡീനെയൊക്കെ അല്ലേ നമ്മൾ മാറ്റി എഴുതുള്ളൂ. അപ്പോൾ 17 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ ആ ഓഡ് പ്ലേസിൽ എടുക്കുന്ന ആൽഫബറ്റ് അതേപോലെ കിടക്കുന്നുണ്ടാവും. ഈവൻ പ്ലേസിലുള്ള ആൽഫബറ്റുകൾക്ക് മാത്രമേ നമ്മൾ അവിടെ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ 17ാമത്. നമ്മൾ സാധാരണ ABCD എഴുതുന്ന സമയത്ത് 17ാമത് ഏത് ലെറ്റർ ആണോ അത് തന്നെയായിരിക്കും നമ്മൾ ഈ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷവും 17ാമത് എടുക്കുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഏതായിരിക്കും? 17ാമത് എടുക്കുന്നത് നമ്മുടെ Q അല്ലേ? QRS. അപ്പോൾ Q ആണ് 17ാമത് എടുക്കുന്നത്. ഓപ്ഷൻ C ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചെറുതായിട്ട് ഒരു ട്രിക്കി ആയിട്ട് തന്നെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓഡ് പ്ലേസിലുള്ള ആൽഫബറ്റുകളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാ അവർ 16ാമത് എടുക്കുന്നതിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 17 എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് മനസ്സിലാക്കും. അതുകൊണ്ട് എന്ത് പറഞ്ഞു? 16ാമത് എടുക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് എടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? C ആണ്. Q ആയിരിക്കും 17ാമത് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 30 സെക്കൻഡ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? ഒരു ക്ലാസ് സാധാരണ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലേക്ക് നമ്മുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മണിക്കൂർ? നല്ല സ്കൂളാണ് അല്ലേ? 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1:27 വരെ അവിടെ ക്ലാസ് ഉള്ളൂ.
അപ്പോൾ 1:27 PM വരെ എന്തുള്ളൂ ആ സ്കൂളിൽ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തിൻ്റെ ഇടയിലായിട്ട് അവർ 4 പീരീഡ് ക്ലാസ് എടുക്കുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ പോകുന്നുണ്ടാവും. അപ്പോൾ 4 പീരീഡിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഓരോ പീരീഡ് കഴിയുമ്പോഴും എത്ര മിനിറ്റിൻ്റെ ഇൻ്റർവെൽ കൊടുക്കുന്നുണ്ട്? 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് വീതമുള്ള ഇൻ്റർവെൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്നുണ്ട് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ദ എക്സാക്ട് ഡ്യൂറേഷൻ ഓഫ് ഈച്ച് പീരീഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പീരീഡ് 4 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലെ ഓരോ പീരീഡും അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, എത്ര മിനിറ്റ് ആയിരിക്കും ഓരോ പീരീഡും നീണ്ടു നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ എത്രയാ? 10 AM നിന്നും 1:27 PM വരെയാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ അവിടെ എത്ര മണിക്കൂർ വരുന്നുണ്ട്? 10, 11, 12 2 മണിക്കൂറായി. എഗെയിൻ 1 അല്ലേ. അപ്പോൾ 3 മണിക്കൂർ 27 മിനിറ്റ് മൊത്തം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 hours 27 minutes. അപ്പോൾ മൊത്തം 3 മണിക്കൂർ 27 മിനിറ്റാണ് ആ സ്കൂളിൽ ക്ലാസ് നടക്കുന്നത് അല്ലേ. ഇനി എന്താ പറയുന്നത്? 4 പീരീഡ് ഉണ്ട്. ഓരോ പീരീഡിൻ്റെയും അവസാനമായിരിക്കുമല്ലോ നമ്മൾ ഇൻ്റർവെല്ല് കൊടുക്കുന്നുണ്ടാവുക. ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ അവസാനമായിരിക്കും ഫസ്റ്റ് ഇൻ്റർവെല്ല് വന്നു. സെക്കൻഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ അവസാനം രണ്ടാമത്തെ ഇൻ്റർവെല്ല് വന്നു അല്ലേ. മൂന്നാമത്തെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനം എഗെയിൻ ഒരു ഇൻ്റർവെല്ല് വന്നു. നാലാമത്തെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനം എഗെയിൻ ഒരു ഇൻ്റർവെല്ല്. അപ്പോൾ 4 ഇൻ്റർവെല്ലായി. 5ാമത്തെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഇൻ്റർവെല്ല് കൊടുക്കണോ? വേണ്ട. അതോടുകൂടെ ക്ലാസ് വിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകല്ലേ. പിന്നെ അവിടെ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മളവിടെ പിന്നെ വീട്ടിലേക്ക് വിടില്ലല്ലോ. അപ്പോൾ അവിടെ 4 പീരീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം എത്ര ഇൻ്റർവെല്ലേ വരുന്നുള്ളൂ? 3 ഇൻ്റർവെല്ലുകളെ അവിടെ വരുള്ളൂ അല്ലേ. 3 ഇൻ്റർവെല്ലുകളെ അവിടെ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം ഇൻ്റർവെല്ല് മാത്രമായിട്ട് എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ഒരു ഇൻ്റർവെല്ല് 5 മിനിറ്റാണ്. അപ്പോൾ 3 ഇൻ്റർവെല്ല് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റായി? ഒരു ഇൻ്റർവെല്ല് 5 മിനിറ്റാണ്. അപ്പോൾ 3 ഇൻ്റർവെല്ല് എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് അവിടെ ഇൻ്റർവെല്ല് മാത്രമായിട്ട് നമ്മളവിടെ കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ മൊത്തം ക്ലാസ് പ്രോപ്പറായിട്ട് ക്ലാസ് നടക്കുന്നത് എത്ര മണിക്കൂറായിരിക്കും? ഇതിൽ നിന്ന് ഞാൻ എത്ര കുറയ്ക്കണം? 15 മിനിറ്റ് അങ്ങോട്ട് കുറച്ച് കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ 3 മണിക്കൂർ 12 മിനിറ്റ് മാത്രമേ എന്തുള്ളൂ ക്ലാസ് ഉള്ളൂ. ബാക്കി 15 മിനിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർവെല്ല് കൊടുക്കുക. ഞാൻ ഓരോ പീരീഡിൻ്റെ അവസാനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർവെല്ല് എടുക്കുന്നുണ്ട്. 4 പീരീഡ് ആയിരുന്നു, ഞാൻ 5 പീരീഡ് കൗണ്ട് ചെയ്ത് പോയി അറിയാതെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ഇൻ്റർവെല്ലാണ്. ഞാൻ അത് മൈനസ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് ലെക്ചർ ക്ലാസ് നടക്കുന്നത് എത്ര മണിക്കൂറേ ഉള്ളൂ? 3 മണിക്കൂർ 12 മിനിറ്റ്. അപ്പോൾ ഇതാണല്ലോ ടോട്ടൽ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇതാണല്ലോ പീരീഡ് എന്ന് പറയുന്നത്. 4 പീരീഡുകളുടെ തുകയാണല്ലോ ഈ കിടക്കുന്ന 3 മണിക്കൂർ 12 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓരോ പീരീഡിൻ്റെയും ലെങ്ത് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റായി? 180 മിനിറ്റായി അല്ലേ. 3 × 60 അപ്പോൾ 180 മിനിറ്റും 12ഉം എത്രയാണ്? 192 മിനിറ്റ്. അപ്പോൾ 192നെ നിങ്ങൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അല്ലേ. 192 ഡിവൈഡഡ് ബൈ 4 പീരീഡ് ഉണ്ട്. അപ്പോൾ ഓരോ പീരീഡും കണ്ടുപിടിക്കാൻ 48 അല്ലേ. 48 × 4 192. അപ്പോൾ 48 മിനിറ്റ്സ് വീതമായിരിക്കും നമ്മുടെ. അപ്പോൾ ആദ്യത്തെ ഒരു 48 മിനിറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെക്ചർ ക്ലാസ് പോയി 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു. എഗെയിൻ ഒരു 48 മിനിറ്റ് ക്ലാസ്, 5 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? നമ്മുടെ ഓപ്ഷൻ ബി 48 മിനിറ്റ്സ് ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്തെടുക്കുക ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, ചെയ്ത് നോക്കണേ. എട്ട് പേരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്, സർക്കുലർ അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ എളുപ്പമാണ്, അവർ ഡയറക്റ്റായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ചെയ്തു തുടങ്ങാം നമുക്കല്ലേ. അപ്പോൾ 8 പേരുണ്ട്. നിങ്ങൾക്ക് 8 പൊസിഷൻ സർക്കിൾ വരച്ചിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാനിങ്ങനെ ലൈൻ വരയ്ക്കലാണ് പതിവ്. ആയില്ലേ? 8 പൊസിഷൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരുത്തരായിട്ട് എവിടെയെങ്കിലൊക്കെ ചേർന്ന് കൊണ്ടുപോയിട്ട് ഇരുത്തണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിക്കേ. ജി സിറ്റ്സ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡി. അപ്പോൾ ഡി എവിടെയെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്യുക, എവിടെയെങ്കിലും കൊണ്ടേ മാർക്ക് ചെയ്തോ. ഡി ഇവിടെ കൊണ്ടേ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ വശമാണ്, ഡിയുടെ റൈറ്റ് എന്ന് പറയുന്നത് ആ വശമാണ്. അപ്പോൾ ഡിയുടെ ലെഫ്റ്റിൽ നിന്നും തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഡി എവിടെയാണോ ഇരിക്കുന്നത് ഡിയുടെ ഇടത് ഭാഗത്ത് നിന്ന് മൂന്നാമത് കൗണ്ട് ചെയ്ത് പോയാൽ ആരുണ്ട്? ജി ഉണ്ട്. അപ്പോൾ 1 2 3 ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ ഈ പൊസിഷനിലായിരിക്കും ജി ഇരിക്കുന്നുണ്ടാവുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇ ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ ലെഫ്റ്റിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ മൂന്നാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? ഇ ഇരിക്കുന്നത്. അപ്പോൾ 1 2 3 ഇവിടെ ആയിരിക്കും നമ്മുടെ ഇ ഇരിക്കുന്നുണ്ടാവുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. എച്ച് സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? തൊട്ട് വലത് ഭാഗത്ത് അല്ലേ. തൊട്ട് വലത് ഭാഗത്ത് ആരാ ഇരിക്കുന്നത്? നമ്മുടെ എച്ച് ആണ് ഇരിക്കുന്നത്. എച്ചിനെ ഞാൻ വരച്ചു. ബി ഈസ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ഇ. ഇയുടെ വലതുഭാഗത്ത് നിന്നും രണ്ടാമതായിട്ടാണ് ബി ഇരിക്കുന്നത്. അപ്പോൾ വലതുഭാഗം ഇതല്ലേ, ഈ സൈഡല്ലേ. അപ്പോൾ 1 2 ഇവിടെ ആയിരിക്കും
ബി വരുന്നുണ്ടാവുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? എഫ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇ. ഇയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് എഫ് എന്ന് പറയുമ്പോൾ എന്താ? തൊട്ടടുത്ത് ഇരിക്കുന്നത്. ഒരു സ്ഥലം ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്, എച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ ആയിരിക്കും എഫ് ഇരിക്കുന്നുണ്ടാവുക. ഇനി അടുത്തെന്താ? എഫ് ഈസ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി. സി എവിടെ ഇരിക്കുന്നുവോ സിയുടെ ഇടത് ഭാഗത്ത് നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമതായിട്ടാണ് നമ്മുടെ എഫ് ഇരിക്കുന്നത്. അപ്പോൾ സിയെ ഞാൻ എവിടെ കൊണ്ടേ വരയ്ക്കണം? എഫ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദേ സി 1 2 3 ഇവിടെ വരച്ചാലല്ലേ സിയുടെ ലെഫ്റ്റിൽ നിന്നും 1 2 3 ഇടത് ഭാഗത്ത് നമുക്ക് മൂന്നാമതായിട്ട് എഫിനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആരെ മാത്രം ഇരുത്താനുള്ളൂ? ഇതേ ഒരു പ്ലേസ് ബാക്കിയുണ്ട്, എ ആണ് ഇവിടെ ഇരുത്താനുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ആരാണ്? അപ്പോൾ ഡി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ആരാ ഇരിക്കുന്നത്? എ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അറേഞ്ച്മെൻറ്റ് മാത്രം നിങ്ങൾ വരച്ചെടുക്കുക തെറ്റിച്ചവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓർത്തോപീഡീഷ്യൻ എന്ന് പറയുന്ന വാക്ക് ബോൺസുമായിട്ട്, ബോൺസ് എന്ന് പറയുന്ന ആ ഒരു വാക്കുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? അതേ ബന്ധമാണ് സ്കിന്നും ഡെർമറ്റോളജിസ്റ്റും തമ്മിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാക്കുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഏതായിരിക്കും? ഓർത്തോപീഡീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ബോൺസ് അതിനെപ്പറ്റി സ്റ്റഡി അല്ലെങ്കിൽ അതിനെപ്പറ്റി എക്സാമിൻ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും എല്ലിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ ഫ്രാക്ചറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ഓർത്തോപീഡീഷ്യൻ്റെ അടുത്തായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിഭാഗമാണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മീസോലിത്തിക് നമ്മൾ ഓരോ പീരീഡ് പഠിക്കുന്നുണ്ട്. സ്റ്റോൺ ഏജ് ഒക്കെ പഠിക്കുമ്പോൾ നിയോലിത്തിക് പീരീഡ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? നവീന ശിലായുഗം എന്ന് പറഞ്ഞിട്ട്. നിയോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിയോ അല്ലെങ്കിൽ നോവൽ എന്ന് പറഞ്ഞാൽ പുതിയതെന്ന് അർത്ഥം. ന്യൂ എന്നാണ് അർത്ഥം അല്ലേ? പുതിയത്. അപ്പോൾ ന്യൂ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏത് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത്? നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ന്യൂ ബോൺ ബേബികളുണ്ടല്ലോ, പുതുതായിട്ട് ഡെലിവറി കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഒരു 20 ഡേയ്സിൻ്റെ ഉള്ളിൽ വരുന്ന അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ ഇൻഫാൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഇൻഫാൻറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ അസുഖങ്ങൾ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ഈ നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഓർത്തോപീഡീഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാ? ഇൻഫാൻറ്റുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഫാൻറ്റുകൾ എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബി ആണല്ലോ, അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വരുന്നത്. ഓക്കെ, ന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്, നിയോ എന്ന് പറയുന്ന വാക്കവിടെ വന്നത്. നമ്മുടെ സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ കലണ്ടറിലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. സമയം തരാം. ചെയ്തു തുടങ്ങാം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇങ്ങനെ കലണ്ടറിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഈ കേസിൽ എന്താ വർഷവും മാസവും ഡേറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് തന്നിരിക്കണേ. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, 1969 ഡിസംബർ 13 ഏത് ദിവസമാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ 1978 ഡിസംബർ 13 ആദ്യം വന്നിട്ട് പിന്നെ കൗണ്ട് ചെയ്ത് പുറകിലേക്ക് ജൂലൈ 9 നിങ്ങൾ പോയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തൊട്ട് പുറകിലെ വർഷത്തിലേക്ക് ലാൻഡ് ചെയ്യുക. ആദ്യം 1977 ഡിസംബർ 13 ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്തിട്ട് ജൂലൈ 9 വരെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് വരാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, 2 രീതിയിലും ചെയ്യാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന ഒരേ ഒരു ഡാറ്റ എന്താ, ഡിസംബർ 13 1969 സാറ്റർഡേ ആണെന്ന് എനിക്കറിയാം അല്ലേ? സാറ്റർഡേ ആണ് പോവേണ്ടത്. അപ്പോൾ ഞാൻ പോകുന്നത് ചെയ്യാൻ എളുപ്പത്തിന് 1978 ഡിസംബർ 13 ഞാൻ പോകുന്നത്. ഓക്കെ, ഡിസംബർ 13 1978 പോകണേ. അപ്പോൾ ഈ 2 വർഷങ്ങൾ തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കിക്കേ. എത്ര ഗ്യാപ്പ് ഉണ്ട്? 9 വർഷങ്ങളുടെ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ 9 ഇയേഴ്സ് 9 വർഷങ്ങളെ എനിക്ക് എത്ര ലീപ്പ് ഇയേഴ്സ്, എത്ര സാധാരണ വർഷങ്ങൾ, ഓർഡിനറി ഇയേഴ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 969 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 72 അല്ലേ? അപ്പോൾ 972. അടുത്ത എത്രയാ? 76. അടുത്തത് വരുമോ? ഇല്ല, 78 വരുള്ളൂ. അപ്പോൾ അവിടെ എത്രയുണ്ട്? 2 ലീപ്പ് ഇയർ ഉണ്ട്. 9ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 7 ഓർഡിനറി ഇയേഴ്സ്. അപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു വർഷത്തിൽ ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ 7 വർഷങ്ങളാകുമ്പോഴോ അവിടെ 7 ഓഡ് ഡേയ്സ് വന്നു അല്ലേ? 7 ഓഡ് ഡേയ്സ് വന്നു. ഇവിടുത്തെ കേസ് എന്താ? 2 ലീപ്പ് ഇയർ ആണ്. ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണ്. 2 ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 2 × 2 4 ഓഡ് ഡേയ്സ് ആയി. അപ്പോൾ മൊത്തം കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ 4 ഉണ്ട്, അവിടെ 7 ഉണ്ട്. 7ന് എനിക്ക് എടുക്കണമെന്നില്ല അല്ലേ? അത് 7 പെർഫെക്റ്റ് മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇനി കൂട്ടിയിട്ട് 11 എടുത്തിട്ട് പിന്നെ 11നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം 4 എന്ന് എഴുതണോ? അത് 7നെ എനിക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യണോ? 7 ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ല? അപ്പോൾ ഇവിടെ കറക്റ്റ് എത്രയായിരിക്കും? ഈ 9 വർഷം ഞാൻ ഡിസംബർ 13 1978 ഡിസംബർ 13 എത്തുന്ന സമയത്ത് അവിടെ 4 ഓഡ് ഡേയ്സ് ആയിരിക്കും
ഉണ്ടാവുക അല്ലെ, 4 ഓഡ് ഡേയ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസംബർ 13, 978 ഏത് ദിവസമായിരിക്കും നോക്കിക്കേ. ഇത് സാറ്റർഡേ ആണെങ്കിൽ ഫ്രണ്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ സാറ്റർഡേ കഴിയുമ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, 4 ദിവസം എന്ന് പറയുമ്പോൾ ഏത് ദിവസമായിരിക്കും അത്? വെനസ്ഡേ ആയിരിക്കും. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിസംബർ 13, എനിക്കിനി പുറകിലേക്ക് പോകണം. ജൂലൈ 9 എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഡിസംബർ മാസത്തിൽ 13 ദിവസമുണ്ട്. 13 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ശിഷ്ടം എത്രയാ? 6 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കൂട്ടാൻ എളുപ്പമുണ്ടാവും അല്ലേ. അതിനുശേഷം പുറകിലേക്ക് പോകുമ്പോൾ നവംബറിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. അപ്പോൾ 2 ഓഡ് ഡേ ആണ്. ഒക്ടോബറിൽ 31 ദിവസമുണ്ട്, 3 ഓഡ് ഡേ ആണ്. സെപ്റ്റംബറിൽ 30 ദിവസമാണ്, 2 ഓഡ് ഡേ. ഓഗസ്റ്റിൽ 31 ദിവസമുണ്ട്, 3 ഓഡ് ഡേ. ജൂലൈ 31 ദിവസം ഉണ്ട്, പക്ഷെ എനിക്ക് 31 ദിവസം എടുക്കണോ? വേണ്ട. ജൂലൈ എനിക്ക് എവിടെ എത്തണം? ജൂലൈ 9 എത്തണം അല്ലേ. അപ്പോൾ ജൂലൈയിൽ മൊത്തം 31 ദിവസം ഉണ്ട്, അതിൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ എത്രയായി? എത്രയായി? 22 അല്ലേ. 22 എടുക്കാം, അല്ലെങ്കിൽ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 × 7 21 ആണ്. അപ്പോൾ എനിക്ക് എന്തെടുക്കണ്ട? 22 എടുക്കണം എന്നില്ല, ശിഷ്ടം വരുന്ന 1 മാത്രം എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എല്ലാ ഓഡ് ഡേയ്സും കൂടെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. എത്രയാ? 6, 8, 11, 13, 16, 17 ഓഡ് ഡേയ്സ് അല്ലേ. ടോട്ടൽ എനിക്ക് എത്ര ഓഡ് ഡേയ്സ് കിട്ടി? 17 ഓഡ് ഡേയ്സ് കിട്ടി. 17 അഗെയിൻ നിങ്ങൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരുന്നത് നോക്കിക്കേ. 14 + 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ 14 എണ്ണം കംപ്ലീറ്റ് 2 ആഴ്ച ഞാൻ അവിടെ കവർ ചെയ്തു, ടാലിയാക്കി. ബാക്കി എത്ര ഓഡ് ഡേയ്സ് വരുന്നുണ്ട്? 3 എണ്ണം ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 ഓഡ് ഡേയ്സ് എന്നുള്ളൊരു ഡാറ്റയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ ഇനി ഞാൻ പുറകിലേക്കല്ലേ കൗണ്ട് ചെയ്ത് പോയത്? ഡിസംബർ 13 വന്നിട്ട് ജൂലൈ 9 ഞാൻ പോയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ വെനസ്ഡേ എന്ന് പറയുന്ന ദിവസത്തിനോട് കൂടെ ഞാൻ എന്ത് ചെയ്യണം? 3 ദിവസം പുറകിലേക്ക്. 3 ഓഡ് ഡേയ്സ് അല്ലേ കിട്ടിയത്. അപ്പോൾ 3 ദിവസം ഞാൻ പുറകിലേക്ക് കൗണ്ട് ചെയ്ത് പോകണം. അപ്പോൾ വെനസ്ഡേ 3 ദിവസം പുറകിലേക്ക് എന്ന് പറയുമ്പോൾ ഏതാ? ട്യൂസ്ഡേ, മൺഡേ, സൺഡേ ആയിരിക്കും എൻ്റെ ജൂലൈ 9 സൺഡേ. അപ്പോൾ സൺഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി, സൺഡേ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. കലണ്ടറും ക്ലോക്കൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിലെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത 10 സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നാളെ അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഡൗട്ട്സിലെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Veranda Race Coaching Institute for Banking and Government Jobs.